ഹലോ ഗായ്സ്, ഐ ആം ഹിയർ ഗെയിം ആവും. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന പറഞ്ഞാൽ റോബ്ലോക്സിലെ ഏത് ഗെയിം കളിക്കാനെന്നല്ലേ. ഞാൻ ഫസ്റ്റ് ആലോചിച്ചു ഇത് കളിച്ചതിൻ്റെ പാർട്ട് 4 ആയ മാൻഷൻ്റെക്കണോ അങ്ങനെ ഏതെങ്കിലും ഇട്ടാലോ എന്നാണ്. ഞാൻ പിന്നെയാണ് വിചാരിച്ചത് അത് രസം ഉണ്ടാവില്ല. ഒന്നെങ്കിൽ നമുക്ക് റോബ്ലോക്സിലെ ട്രെൻഡിങ് ആയ ബിൽഡ് സോക്കർ സ്ക്വാഡ് കളിച്ചാലോ ആലോചിച്ചു. പക്ഷേ നമ്മളത് വേണ്ട വെച്ചു. എന്തിനാണെന്നല്ലേ, വേറെ ഒന്നും കൊണ്ടില്ല, ബ്ലോക്സ് അതന്നെ മതി ഗൈസ്. ഞാൻ ഏത് ഗെയിം കളിക്കുക വിചാരിച്ചെടുക്കുകയാണ്. ഇത് കളി എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയില്ല. നിങ്ങൾ കളിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബിലോ. എന്തായാലും വീട്ടിലോട്ടുണ്ടെന്ന് പിന്നെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം. റോഡ് 300 സബ്സ്ക്രൈബേഴ്സ് ആണ്. എല്ലാവരും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. ബിൽഡ് സ്ക്വാഡ് ഉണ്ടാക്കുകയാണെങ്കിൽ എനിക്കൊരു ഇത് വേണ്ടേ, എനിക്ക് ഇളകാൻ പോലും കഴിയില്ലേ. ബാക്ക് ഫോട്ടോ ഇളകാൻ പോലും കഴിയില്ല. എനിക്ക് ആരെങ്കിലുമൊക്കെ തരി. എന്തെങ്കിലും എനിക്ക് കളി അറിയില്ല. ന്യൂ കോഡ് കൺസോള് ഓക്കെ. ഇപ്പോൾ കുറച്ച് കൺട്രോൾ വരികയാണ് ഗ്യാസ്. കളി എന്താ അവിടെ കോഡ് CONSOLE കൺസോൾ എൻ്റർ ഓൾറെഡി യൂസ്ഡ് ദിസ് കോഡാ. ഞാൻ ഇപ്പോൾ കളിക്കട പ്രസ് ബിൽഡ് സ്ക്വാഡ് ടു ബിഗിൻ. ബിൽഡ് യുവർ സ്ക്വാഡ്. ഗോൾ കീപ്പർ എൻ്റെ ബിൽഡ് സ്ക്വാഡ് ഞാൻ പറഞ്ഞുതരാം. 4114 ആണ്. 4114 അത് കിട്ടുമെന്ന് എനിക്കറിയാം. കീപ്പറായിട്ട് വരുന്നത് നമ്മളെ കസിയാസാണ്. റൈറ്റ് ബാക്ക് കഫു, ലെഫ്റ്റ് ബാക്ക് റോബർട്ടോ കാർലോസ്, ആൻഡ് ദി 2 സെൻറ്റർ ബാക്സ് ആർ പുയോൾ ആൻഡ് മാൾഡീനി. 4-1-1 ആണല്ലോ. അപ്പോൾ DMF ആയിട്ട് സ്വന്തം വിയേര, അറ്റാക്കിംഗ് മിഡിൽ ഫീൽഡറായിട്ട് ബെക്കാം, ആൻഡ് റൈറ്റ് വിങ് ഫോർവേഡായിട്ട് വരുന്നത് ലിയോണൽ മെസ്സി, ലെഫ്റ്റ് വിങ് ആയിട്ട് നെയ്മർ, സെൻറ്റർ ഫോർവേഡായിട്ട് നമ്മുടെ മെസ്സി, പിന്നെ പേലെ. ഞാൻ കൈയാണെങ്കിൽ സൈഡിൽ കൊടുക്കാം കേട്ടോ. എൻ്റെ ഡ്രീം ടീം സൈഡിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. 2 സെക്കൻഡ് ഇവിടെ റോൾ ചെയ്യാം ഗൈസ്. ഉറുഗ്വേ 2014 ഫോർലാൻ മതി നമുക്ക്. എൻ്റെ മുത്തുമണിയ ഫോർലാൻ. അപ്പോൾ നമ്മളെ ഇതിലേക്ക് ഫോർലാൻ വന്നിട്ടുണ്ട്. റോൾ വീണ്ടും. അർജൻറ്റീന 2026 മെസ്സി. 2010 പോർച്ചുഗൽ ആരടാ ഉള്ളത്? റൊണാൾഡോ ഒന്നും ഉണ്ടോ പോർച്ചുഗലിലില്ല. നമുക്കിപ്പോൾ ഒരു ഗോൾ കീപ്പർ കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മൾ ഗോൾ കീപ്പറിനെ എടുത്തിട്ടുണ്ട്. റോൾ നമ്മൾ അടുത്ത റോൾ ചെയ്തിട്ടുണ്ട്. റീറോൾ ഫോർ എ ന്യൂ ടീം ആൻഡ് 2014 നെയ്മർ ബ്രോ കൈസ്. നെയ്മർ 2014 ബ്രസീലുകാർ. അപ്പോൾ തന്നെ ഒന്നാമത് സ്പെയിനിനെ വെള്ളം കുടിപ്പിച്ച ടൈമേ. വീണ്ടും റോൾ ചെയ്തിരുന്നു. അർജൻറ്റീന 2010, പോർച്ചുഗൽ 2006. അടുത്തൊക്കെ ആരുടെ ഈ ഡെക്കോണ് സീന് പോകുന്നുണ്ട്. ഇപ്പോൾ ഗൈസ് നമ്മൾ ഡെക്കോനെ ഇറക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു മിനിറ്റ് കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും ഞാൻ മുദ്രിക്കാൻ പോയതാ കേട്ടോ. എന്തായാലും നമ്മൾ വീണ്ടും റോൾ ചെയ്യുന്നു. കിട്ടുന്നു. 2006 വേൾഡ് കപ്പ് അടിച്ച ടൈമാടാ. മാൾഡീനില്ല. ഡെൽ പിയറോ ആണെങ്കിൽ ഡെൽ പിയറോ മതി. ഇതെന്താ? വാണ്ട് ഫോർ സ്പെഷ്യൽ കാർഡ്സ്, ദേ ആർ റെയർ. ഇതൊക്കെ എന്തോന്നത്? ഒരു മിനിറ്റ്, ഇതിന്നിപ്പോൾ എങ്ങനെ ഇറങ്ങൽ? ഇതിപ്പോൾ ടീം മൊത്തം റെഡി ആയിട്ട് ഇറങ്ങാമായിരിക്കും. അർജൻറ്റീന ബെയിലൊന്നും ഇല്ല. ബെയിൽ 2022 ബെയിലുണ്ട്. വെയിൽസ് ആകാരാണ് ബെയിലാ, വേറെ ആരെയും അറിയില്ല. വീണ്ടും റോൾ ചെയ്യുന്നു. അർജൻറ്റീന പ്ലീസ്, അർജൻറ്റീന വേൾഡ്. അവിടെ ജപ്പാനിലൊക്കെ ആരാ? മിറ്റോമി ഇല്ലേ? എനിക്ക് വേണ്ട. റീഫ്രഷ്, റീസ്റ്റാർട്ട്. അവിടെ പോയി. നല്ല പ്ലേയേഴ്സൊക്കെ പോയി. കുഴപ്പമില്ല, ഫസ്റ്റ് നമ്മൾ ചെയ്യും. ജപ്പാനൊന്നും കിട്ടാതെ 2018 ഇറ്റ്സ് റൊണാൾഡോ ഇസ് ദ ആളില്ല. റീസ്റ്റാർട്ട്. ഈ പോർച്ചുഗൽ വേണ്ട. പോർച്ചുഗൽ ആണെങ്കിൽ റൊണാൾഡോ ഇല്ല. ഇംഗ്ലണ്ട് 2010 ഐ തിങ്ക് ബെസ്റ്റ് ഈസ് ദ ബാരി. നല്ലൊരു പ്ലെയറിനെ കിട്ടിയിട്ടുണ്ട്. വീണ്ടും റോൾ ചെയ്യുന്നു.
അത് പോകണ്ട കേട്ടോ, ഇനി പോകണ്ട. മെക്സിക്കോ 2010 ഒച്ചാവും ഉണ്ടാവും കീപ്പറായിട്ട്. കീപ്പർ ഒച്ചാവുമല്ല, പെരസ് ഇരിക്കട്ടെ. റോൾ ചെയ്യട്ടെ. അർജന്റീന, മൊറോക്കോ 2022. ഹക്കീമി, അച്ചറഫ് എടാ ഹക്കീമി പോലും ഇല്ലടാ. എക്സിറ്റ് അടിച്ചിട്ട് നോക്കട്ടെ. നെയ്മർ ബിൽഡ് സ്ക്വാഡ് ഞാൻ റോൾ ചെയ്ത. മൊറോക്കോ 2022. അവിടെ റീഫ്രഷ് 2022 മൊറോക്കോ അല്ലാതെ വേറെ CH. അപ്പം അങ്ങനെ ചെയ്യാൻ കഴിയില്ല. അത് നല്ലൊരു അഭിപ്രായം. എനിക്കിഷ്ടമായി. നമുക്ക് അങ്ങനെ ചെയ്യാം. നമുക്ക് ഫ്രാൻസ് 2006. സിനദിൻ സിദാനെ, വിയേര. ഗൈസ്, ഐ ആം ടേക്കിംഗ് പ്രാക്ടിക് വിയേര. ഞാൻ സിഡാനെ വരുന്ന വിചാരിച്ചു. 2006 ആണല്ലോ നമ്മളെ ചെക്കൻ വിരമിച്ചപ്പോൾ പോയത്. ആക്ച്വലി 2010 നമ്മളതായിട്ട് ഡ്രോഗ്ബ അല്ലാതെ വേറെ ആരുമില്ല. നമ്മൾ എടുക്കുന്നു ഡിഡിയർ ഡ്രോഗ്ബ. വീണ്ടും നമ്മൾ റോൾ ചെയ്യുന്നു. നല്ലൊരു പ്ലെയറിനാണ് കിട്ടുക. മെക്സിക്കോ റീഫ്രഷ് ചെയ്യട്ടെ. അതന്നെ കിട്ടുള്ളൂ. അതിൽ വേറെ പ്ലെയേഴ്സ് അടാ വില അത് മതി ഇപ്പോൾ തൽക്കാലത്തിന്. ഗൈസ് 2018 ജർമ്മനി. ഇറ്റ്സ് ടൈം ഫോർ മെസൂട്ട് ഒസിൽ. റേറ്റിംഗ് കൂടുതലുള്ള തോമസ് മുള്ളറിനാണെങ്കിലും ഇവിടെ ഉള്ളത് മെസൂട്ട് ഒസിലാണ് മോനെ. ഓസിൽ എന്ന് പറയുന്നത് നമ്മൾ ഓസിലിനെ അങ്ങ് സൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളെ സെൻറ്റർ ബാക്ക് ഈ ഓട്ടോ റിവ്യൂലൊക്കെ ആക്കട്ടെ. ഒരേ ഒരാളുണ്ട്, ബട്ട് ഞാൻ അയാൾ എടുക്കണ്ട ഫസ്റ്റ് വിചാരിച്ചു, പക്ഷേ എടുക്കാതൊക്കെ പറ്റില്ല. ഹീസ് എ ലെജൻഡ് ഗൈസ്. പിക്വേ ആൾസോ കടന്നിട്ടുണ്ട് നമ്മളെ സ്റ്റേഡിയത്തിലോട്ട്. പോർച്ചുഗൽ 2010. പെപ്പെ ഗൈസ് സെൻറ്റർ ബാക്ക് 2 ലെജൻസ് ആണ് കേട്ടോ, പിക്വേയും പെപ്പയും. നമ്മളെ ബാർസ റൈവൽസ്. മെസ്സി, ഇറ്റ്സ് മെസ്സി. കഴിയൂല ഗൈസ്, കഴിയൂല. ഇതാണ് ഞാൻ ഇവിടുന്നേക്ക് ചിലപ്പോൾ ലിയോണൽ മെസ്സി വരും. എനിക്ക് താങ്ങാൻ കഴിയൂല. ഇപ്പോഴത്തേക്ക് നമ്മൾ റൊമേറോനെ എടുക്കാൻ പോവാണ്. ഓക്കെ, ഇറ്റ്സ് ഗുഡ്. ഇറ്റ്സ് ഗുഡ്. അവിടെ 2022 അവർക്ക് പറ്റിയതായിട്ട് ആരില്ല. റീഫ്രഷ് ചെയ്യും. സണ്ണെങ്കിലും വരികയാണ്. അവർ സണ്ണെങ്ങനെ വരിക? RB റൈറ്റ് ബാക്ക് ഒരേ ഒരാൾ വേണമെങ്കിലും എടുക്കട്ടെ. ഓവറോൾ നോക്കുകയാണെങ്കിൽ ന്യൂ ഗെയിം ഗൈസ്. നേരത്തെ കിട്ടിയത് ഓവറോൾ എത്രയാണെന്ന് ചോദിച്ചത്. അതിൻ്റെ ഏറ എനിക്ക് ഇപ്പോൾ തന്നെ ഞാൻ ഉറപ്പിച്ചിട്ട് കിടക്കുകയാണ്. ഇറ്റ് വിൽ ബി 2014 മെസ്സി. 2014 വേൾഡ് കപ്പ് മെസ്സി കളിച്ചിനോ ഉറപ്പായിരുന്നു. ഞാൻ മെസ്സിനെ കിട്ടണ വരെ വെയിറ്റ് ചെയ്യും. കാരണം വെച്ചാൽ അന്ന് മെസ്സി ഉണ്ടെങ്കിൽ എനിക്ക് ഉറപ്പാണ്. We got our god of football, the Messiah, Angara Messi എന്ന് അറിയപ്പെടുന്ന ലിയോണൽ മെസ്സി is here guys. Are you all excited? നമ്മൾ വീണ്ടും റോൾ ചെയ്യുന്നു. പോർച്ചുഗൽ 2006 എന്തിനാടാ കൊണ്ടുവരുന്നത്? Figo is the best option. Next one, പോർച്ചുഗൽ 2018. അതിൽ ക്രിസ്ത്യാനോ കളിച്ചതിന് ഉറപ്പാണ്. നമ്മൾ ക്രിസ്ത്യാനോനെയാണ് നമ്മൾ ടാർഗറ്റ് വരുന്നത്. ക്രിസ്ത്യാനോ അവിടെ ഇതല്ലാടെ ക്രിസ്ത്യാനോ. ഐ വാണ്ട് ക്രിസ്ത്യാനോ. ജസ്റ്റ് ലെജൻഡ് ക്രിസ്ത്യാനോ നമ്മൾ ഇറക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ഇറ്റ് വിൽ ബി നെയ്മർ. ഇല്ലടാ ഇറ്റലി 2014 പേര് ബലോട്ടലി അല്ലാതാ പിർലോ. ഇറ്റ്സ് ഗുഡ് ഗൈസ്. ഇത് നല്ല സ്ക്വാഡാണ്. എനിക്കിപ്പോൾ തന്നെ തോന്നി നല്ല സ്ക്വാഡാണെന്ന്. 2018 വേണൊരു ടോണി ക്രൂസ് മോനെ. നമ്മൾക്ക് CF റെഡി ആയില്ല കേട്ടോ. CF റെഡി ആയില്ല. നമ്മൾ CFന് വേണ്ടി ആകും പോയിട്ട്. ലാമിയമാലോ ORSB പറഞ്ഞാൽ 1 ഫോമിലാണ്. പക്ഷെ നമ്മൾ ടാർഗറ്റ് പറഞ്ഞാൽ ലാമിയമാലാണ്. ലാമിയമാൽ CF നിൽക്കുമായിരിക്കും. കുബാർസി, പെഡ്രി, ലാമിയമാലോ, ജമാലോ. ഗൈസ് ഒരു കാര്യം പറയാം. ഈ ടീമിൽ വേൾഡ് കപ്പ് ഫൈനൽ
ഉള്ള രണ്ടാൾക്കാർ നമ്മൾ ഇതിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി സി എഫ് ആട്ടോ. ഇനി സി എഫ് മാത്രം മതി. അവിടെ 2010 ഇനിയസ്റ്റ പുയോൾ മതി. ഇനിയസ്റ്റ ഉണ്ടല്ലോ. പുയോളൊക്കെ നമുക്ക് സെൻറ്റർ ബാക്ക്. ഇനി നമ്മൾ സെൻറ്റർ ബാക്ക് ഉണ്ട്. നല്ല കിട്ടണ അടിച്ചീല ആരാളുള്ള ജന്മത്താ ഒരു നല്ല LB അവിടെ എനിക്ക് വേണ്ടത്. ഊളാറും വേണ്ട. വേണ്ടേക്കൊന്നും കളിച്ചിടില്ല. കളിച്ചിട്ടുണ്ടാവില്ല. 2014 ബ്ലൈൻഡ് ഓനെ കണ്ണും കാണാതെ കളിച്ചിട്ടിപ്പോ. അങ്ങനെ LB റെഡി ആയിട്ടുണ്ട്. പക്ഷേ LB ഷോക്കാട്ടോ. LB ഷോക്കാണ്. പോർച്ചുഗൽ റൊണാൾഡോ ഉണ്ടാവും ചിലപ്പോൾ. ഇനി വരുന്നത് ക്യാൻസലോ അല്ല. ഇനി 2 CB അതെങ്കിലും നല്ലതായിരിക്കില്ല. അവിടെ ഇംഗ്ലണ്ട് 2026 കോൺസ നല്ല കളിച്ചിന് കോൺസ. പക്ഷേ കോൺസ നമുക്ക് വേണ്ട. വേറെ ആരെങ്കിലും ഉണ്ടാവുന്നതന്നെ നോക്കുക. അവിടെ ഇംഗ്ലണ്ട് കോൺസ അല്ല. പിന്നെ ആരും നല്ല ഉള്ളത് കോൺസ നമ്മൾ ഇറക്കിയാണ്. ബിസ്മില്ലാ. ഒരു ഇതിലിപ്പോൾ നമ്മളെ ഈ ഫുൾ ബാക്ക് വൺ ഷോക്കാണ്. ഒരു ഷോകാവസ്ഥ മാറ്റാൻ വേണ്ടി ഒരു നല്ലൊരു ബാക്ക് നല്ലൊരു CB RB ഫെഡറിച്ച് ഇറക്കുക. ഇത് മോനെ എനിക്ക് ഉറപ്പാണ്. ഗോട്ട് മെസ്സി അവിടെ ഉണ്ടാവുമ്പോൾ എങ്ങനെയാടാ 86 പോവാക്കുക ഗൈസ്. ഞാൻ ഉറപ്പ് ഈ 91 മേലെ വെക്കാൻ വേറെ നല്ലൊരു ടീമില്ല. ഇൻ്റെ വാക്കട്ടോ. OVR 91 വെക്കാൻ വേറെ നല്ലൊരു ടീം വരുമല്ലേ? കണ്ടറിയാം. ഞാൻ പറഞ്ഞ വരൂലെന്ന്. വി ക്യാൻ സീ. നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്ന പറഞ്ഞാൽ ദി ലെജൻഡ് ഓഫ് നെതർലാൻഡ്സ്. അന്ന് റയൽ മാഡ്രിഡിൽ നിന്നല്ലേ ഞാൻ ഇറങ്ങിപ്പോയത്. എവിടെ നിന്ന് ഓർമ്മയില്ല. ഇന്റർ മിലാനിന് വേണ്ടി അന്ന് ചാമ്പ്യൻസ് ലീഗ് എടുത്ത വെസ്ലി സ്നൈഡറും റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഈസ് 2022 ബെൽജിയം ടീം. ഇറ്റ്സ് ടൈം ഫോർ ഗൈസ് KDB ആൻഡ് കോർട്ടോയ്സ്. ഇങ്ങനെ നല്ല കീപ്പറിനെ ഇനി കിട്ടണമെന്നില്ല. പക്ഷേ ഐ ലവ് KDB. നമുക്കിനി വേണ്ടത് പറഞ്ഞാൽ റൊണാൾഡോ മെസ്സി കോംബോക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കണം. ലെഫ്റ്റ് വിങ് ക്രിസ്ത്യാനോ. യെസ് നമ്മളെ സ്റ്റേഡിയത്തിലോട്ട് എത്തിയിട്ടുണ്ട്. വേറെ ആരുമല്ല ക്രിസ്ത്യാനോ. അപ്പോൾ അത് റെഡി ഉണ്ട്. ക്രിസ്ത്യാനോ ആണ് കേട്ടോ. ഇനി പോർച്ചുഗലിൻ്റെ റൊണാൾഡോ നമ്മളെ ഇറക്കി തരടാ. ഇറ്റ്സ് ടൈം ഫോർ ലൂക്ക മോദ്രിച്ച്. ഐ വാണ്ട് ലൂക്ക മോദ്രിച്ച്. എടാ ലിവാക്കോവിച്ച് വരെ ഗോൾ കീപ്പറിന് കിട്ടണമെന്നില്ല. തൽക്കാലത്ത് തന്നെ ലിവാക്കോവിച്ചിനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. നെക്സ്റ്റ് ടൈം മെസ്സി വിൽ ബി there. Leo is there. Guys, it got match. ഇനിയൊരു നെയ്മറും കൂടി വന്നോ. കളി മാറി മോനെ. പറന്ന് ഇറ്റ്സ് ടൈം ഫോർ സിനദിൻ സിദാൻ. ഗൈസ് ഇതാവട്ടെ. ഞാൻ 91 കിടക്കാൻ പോണ ടീം. പക്ഷേ ഇത് കിടക്കുന്ന എനിക്കൊന്നുമില്ല. അവിടെ ഇത്രക്കും ലൊട്ട ടീം വെച്ച് ഞാൻ എവിടെ പോയി കളിക്കാനാണ്? USA ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തായാലും നെയ്മറിന് സ്ഥലമില്ല കേട്ടോ നമ്മുടെ സ്ഥലത്ത്. ഇനി ഒരു ഇംഗ്ലണ്ട് കോൺസ പോട്ടെ. അവിടെ എൻ്റെ ബാക്ക് എപ്പോഴും ഷോക്കാണ്. ഇപ്രാവശ്യം ഒരു വാൻഡേക്ക് കൊണ്ട് വരത്തേന്ന്. ഹിയർ വി ഗോ. അങ്ങനെ വാൻഡേക്ക് എത്തിച്ച് നമ്മൾ ബാക്ക് കുഴപ്പമില്ലാത്ത രീതിയിലാക്കി തന്നിക്കണ്. ഉറുഗ്വേയിലൊക്കെ നന്നായിട്ട് പ്ലേയേഴ്സ് ഇല്ലടാ. ഇനി ഒരു നല്ലൊരു എൽബിനെ കിട്ടണമെങ്കിൽ അത് കുറച്ച് മുമ്പത്തേക്ക് റോബർട്ടോ കാർലോസ് വന്നിനു. മാർസലോ ഇസ് ഗുഡ്. എടാ 91 കിടക്കുക. 91 ഇപ്പോൾ ബെസ്റ്റ്. കിടക്കാൻ അത്ര വളർന്നിരിക്കുന്നു. 92 ഒറ്റക്ക് പൊരുതി വന്നവരാടാ ഇവർ. ന്യൂ ഗെയിം എക്സിറ്റ് ചെയ്യട്ടെ. എന്നിട്ട് നമുക്ക് റിവാർഡ്സ് പോയേക്കാം. റിവാർഡ്സിൽ വേറെ എന്തെങ്കിലും കിട്ടുമോ? 2026 ഇംഗ്ലണ്ട്, 2022 എന്താണ് സംഭവം? എന്താ ഇതിൽ കിട്ടിയവരൊക്കെ ഉണ്ടാവില്ലേ? 2026 ബ്രസീലില്ല. ബ്രസീലിൽ നിന്ന് നെയ്മറിനെ കിട്ടിയാണല്ലോ. സോറി നെയ്മർ ഇറങ്ങാത്തതുകൊണ്ടാവും. ഫുള്ളിലല്ലോ. ഫ്രാൻസിനും അങ്ങനെയായിട്ടാവില്ല. ജർമ്മനി ഇല്ല. 2026 ഇവർ നോക്കണേ. സ്പെയിനിൽ നമ്മളെ ലമിയന്മാരുണ്ട്. USA നമ്മളെ പൊളിച്ചിട്ടുണ്ട്.
അർജൻറ്റീന എന്തുകൊണ്ട് മെസ്സിനെ കൂട്ടിയില്ല? എനിക്ക് ചോദിക്കണം മെസ്സി ഇല്ല ബ്രോ അതിൽ. അതെനിക്കിഷ്ടമായി. ബേസ് ടീം ഈ ടീം പോരാ, നമുക്ക് ഒന്നൊരു വലിയ ടീമായിരിക്കാം. ഇത് ഓട്ടോ റിവ്യൂൽ എന്താ പൈസ വേണമല്ലേ? ഇത് ഓവർ 92 മേലെ വെക്കാൻ പറ്റിയൊരു ടീം. ഇത് ഉറപ്പ്. ഈ ഫസ്റ്റ് പ്ലെയർ കണ്ടാൽ നിങ്ങൾ ഞെട്ടും. നമുക്ക് എനിക്ക് പറയണമെന്നുണ്ടെങ്കിൽ അത് ശരിയാണ് ഗൈസ്. നിങ്ങൾ ഞെട്ടിയ പോലെ ഞാനും ഞെട്ടി. ഹിയർ വി ഗോ, ടോണി ക്രൂസ്. യാ ബോയ്. ടോണി ക്രൂസ് എത്തിയിട്ടുണ്ട്. ഈജിപ്ത് മുഹമ്മദ് സലാ ഒന്നും കളിച്ചിട്ടുണ്ടാവുമല്ലോ. 2018 ഈജിപ്റ്റ് ഇന്ത്യനെ പോലെ അറിയില്ല. സല ഒന്നും ഉണ്ടാവേണ്ടതാണ്. ഇപ്പോഴത്തേക്ക് നമുക്ക് സെൻട്രൽ ഫോർവേഡ് വാങ്ങണം. ഇപ്പോഴും നമ്മൾ ആ സെൻട്രൽ ഫോർവേഡ് 1 മുഖ്യമാണ്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ CB നോക്കിയിരിക്കുകയാണ്. വിൽ ബി എ ബെസ്റ്റ് പ്ലെയർ. സണ്ണൂടെ വാട മോനെ, ഞാൻ പറഞ്ഞേ അല്ലെ പ്ലെയർ ഉണ്ടാവുമെന്ന്. എനിക്കെല്ലാം ഫസ്റ്റ് ഞാൻ കാണുന്നുണ്ട്. ഊഗോ 2014 ഡിയാഗോ ഫോർലാൻ ബട്ട് ഡിയാഗോ ഫോർലാൻ ഈസ് ബെസ്റ്റ്. എനിക്കറിയാവുന്ന വെച്ച് ഫോർലാനാണ് ബെസ്റ്റ്. ഊർഗേത് സുവാരസ് ഉണ്ട്, എംബാപ്പെ, കിലി. ഞാൻ കാര്യം പറയാം, ഫൈനൽ വരെ വെച്ച് പൊട്ടിയതാണെങ്കിലും ആ കളി അവൻ അവിടെ കാഴ്ച വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മെസ്സിനെയും റൊണാൾഡോയും ഇറക്കാൻ കഴിയട്ടോ. മെസ്സിനെ വേണേൽ ഇറക്കാം. ഈ ഉറുഗ്വേ 2010 ഇത്രക്കും എന്താ നടന്ന്. അങ്ങനെ ഗോൾ കീപ്പർ റെഡി ആയിട്ടുണ്ട്. 89 ഓവറുകളായിട്ടുണ്ട് കേട്ടോ. 2014 അങ്ങനെ ക്രിസ്ത്യാനോ ഇല്ലാതെ നിൽക്കുമോ നോക്കാം. ക്രിസ്ത്യാനോ ഉണ്ടാവില്ലെന്ന്. ഇനി LMR നമുക്ക് ലെഫ്റ്റും റൈറ്റും മാത്രം മതി. അവിടെ കിട്ടിയിട്ടില്ല. 2010 CB ഇനി എന്തിനാ അവിടെ LMR കൂടി. 2010 പാരങ്ങൾക്ക് ഉള്ളത് നന്നായിട്ട്. ബാമ്പ ഇതിൽ 1900 2026 സ്പെയിൻ. ഇപ്പോഴാണ് മോനെ നിങ്ങളൊക്കെ കിട്ടുന്നത്. പെഡ്രി വരട്ടെ. ഇനി റൈറ്റ് മാത്രമേ ഉള്ളൂ ഗൈസ്. റൈറ്റ് ബാക്ക് ആൻഡ് റൈറ്റ് മിഡിൽ ഫീൽഡർ. ഹൂ വിൽ ബി ദ റൈറ്റ് ബാക്ക് ആൻഡ് റൈറ്റ് മിഡിൽ ഫീൽഡർ? ഇറ്റ് വിൽ ബി ഓൺലി ബെല്ലിംഗ്ഹാം, ജൂഡ് ബെല്ലിംഗ്ഹാം. ഇപ്രാവശ്യം വേൾഡ് കപ്പിന് 6 ഗോളൊക്കെ അടിച്ചാണ്. ഗ്രേറ്റ്. ഗാരത്ത് ബെയിൽ വിൽ ബി മൈ ഓപ്ഷൻ, ബട്ട് ബെയിൽ ഈസ് നോ ദോ. അവിടെ വേറെ ആരാടാ അവിടെ ഉള്ളത്? CB ഒരു RB എന്നൊരു കാണിച്ചാണ്. പിന്നെ കുഴപ്പമില്ല. തൽക്കാലത്തിന് ഞാനൊക്കെ എടുത്തിട്ടുണ്ട്. 88 കേട്ടോ. ഓവറോൾ ഇൻഡു 88 കിടക്കൂല. പക്ഷേ ഇതെനിക്ക് കൂട്ടിയേ പറ്റൂ. 92 ഞാൻ കുറച്ച് മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് പകരം ഒന്ന് വെക്കാൻ ഇവിടെ ഉണ്ടാവൂടാ. ഐ വാണ്ട് OVR. ഞാൻ OVRുള്ള പ്ലേസിനെ എടുക്കുക. ഇനി നമ്മൾ വീണ്ടും കറക്കൂല. OVRുള്ള പ്ലേസ് അതിൽ ആരാണോ ഓരങ്ങ് എടുക്കും. ഷസ്നി ഇനി OVRുള്ള പ്ലേസിനെ അങ്ങനെ വാരി വലിച്ചെടുക്കാൻ പോകണേ. അർജൻറ്റീന വന്നാൽ മാത്രം മെസ്സിക്കും വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യും. ലംബാർഡ്. ഐ വാണ്ട് OVR. ബ്രോ വേർ ഈസ് ലിയോ? ഐ വാണ്ട് ലിയോ. 2026 അർജൻറ്റീനയിൽ ലിയോ ഇല്ലെങ്കിൽ എന്ത് കളിയാണ് മോനത്. ഞാൻ ഇനിയും റീഫ്രഷ് ചെയ്യും. ഫോർവാർഡ് എന്നല്ലേ ലിയോക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. പണിച്ചാകാൻ വരെ. അവിടെ ലിയോ ഇവിടെടാ. ലാസ്റ്റ് വൺ. ഇനി എനിക്കൊരു ഇതില്ലാന്ന് പറയാം. ലിയോ ഗൈസ്. അൽവാരോസ് സെൻട്രൽ ഫോർവേഡ് ഈസ് റെഡി. ഇനി ബാക്കൊക്കെയാണ് ശോക അവസ്ഥ വരല്. അവിടെ 92 മേലെ വെക്കാൻ പറ്റിയ സാധനം ആവണം ഇപ്രാവശ്യത്തെ നമ്മളത്. അതിൻ്റെ മേലെ വെക്കാൻ കഴിയും നമ്മളെ കൊണ്ട്. കണ്ടോ അതൊക്കെ ആരോന്നടേ. 2014 പാരുള്ളത് നല്ലേ ആരെങ്കിലും നമ്മൾ റീഫ്രഷ് ഒക്കെ ചെയ്യണം. നല്ല ആരെങ്കിലും വന്നാൽ മതിയോ? കുറേ വന്നു.
Paul Pogba and Karimika. The Karimika is here on this stadium. അങ്ങനെ കരീമൊക്കെ എത്തിയിട്ടുണ്ട്. കരീമൊക്കെ കഴിഞ്ഞാൽ നീ ആരെന്നുള്ള ചോദ്യത്തിന് വേണ്ടി ബുസ്കറ്റ്സ് വന്നിട്ടുണ്ട്. ഇനിയസ്റ്റയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. റീഫ്രഷ് ചെയ്യാൻ റോബിയോക്സ് നമുക്ക് അത്രയൊക്കെ വേണ്ട, നമുക്ക് ബിസ്ക്കറ്റ്സൊക്കെ മതി. എടാ എനിക്ക് 92 കടത്തണ വരെ ഇനി ഞാൻ കളിക്കും. ബ്രസീൽ 2010 പേരെ ജുവാനെന്നെ ജുവാനിക്കാക്കി. ഇനി CB RB LB നല്ലത്. 1986 വന്ന് 86 നമുക്ക് മറഡോണനെ കൊണ്ടുവരണോ. 2010 ആയിരിക്കും. അവിടെ ഇതൊക്കെ ഇങ്ങനത്തെ ടീമൊക്കെ എനിക്ക് പറ്റാത്തത്. ആൻഡ് ദ ലാസ്റ്റ് player is one and only Roberto Carlos. 86 ഓവറോൾ എന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. എടാ ഞാൻ ഒരു വാക്ക് പറയണ്ടേ വാക്കാം. ഞാൻ വെയിറ്റ് ചെയ്യും 92 OVR കടക്കാൻ വേണ്ടി. കൊണ്ടുവരാ പ്ലേസിനാ കൊണ്ടുവരാൻ പറയുമ്പോൾ ഇത്രക്കും ചെറുതാവണ്ടേനു. അതിലൊന്നും നല്ല ആരും ഇല്ലടാ. ബാരി മതി. ഡ്രോഗ്ബ ഡിഡിയർ ഡ്രോഗ്ബ നെതർലാൻഡ്സിൻ്റെ ഇതും കിട്ടിയിട്ടുണ്ട്. നല്ല നല്ല പ്ലേയേഴ്സാണ്. എനിക്ക് അറിയണ ആകെ 2 ആൾക്കാരുള്ളെങ്കിലും 3 ആൾക്കാർക്ക് അറിയണമാണ്. പക്ഷേ നമ്മളെടുക്കുന്ന സാവി സിമോൺസ് ഈസ് ഇൻ അവർ സ്റ്റേഡിയം. 2014 ഇറ്റ് വിൽ ബി നെയ്മർ. പക്ഷേ നെയ്മർ വേണ്ടി നമുക്ക് ഇത് ചെയ്യാൻ കഴിയില്ല. കാരണം വെച്ചാൽ ഗസ് കീപ്പറിനാണ് ആശ. സാറ് നല്ല കീപ്പറാണ്. പക്ഷേ മാർസലോന് നമ്മളിവിടെ പിക്ക് ചെയ്യുന്നു. 2006 നെതർലാൻഡ്സ്. No bro, I don't want this, but I am taking Van der Sar. Van der Sar is best goalkeeper ever. I seen എന്ന് ഞാൻ പറയൂല. അവിടെ ഇതൊക്കെ ഇവരിലൊന്നും പ്ലെയേഴ്സ് വേറെ സാധനം ഇല്ലാന്ന്. അല്ല ഇന്ന് 2026 അവിടെ ഈ നെതർലാൻഡ്സിനെ വിട്ട് ഇവർക്ക് കളില്ലേ. ഇനി നമ്മൾ സ്നൈഡർ നെതർലാൻഡ്സ് ആട്ടെ മൊത്തം. ജർമ്മനി ബല്ലാക്കൂ അവിടെ 92 കടക്കാനും വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്യണത്. 89 ഓവറോൾ വരുന്നതാണ് പറയണത്. വാൻ ബൊമ്മലൂ ബൊമ്മല്ലേ എടാ 88 ഓവറോള്. എടാ കൂട്ടിത്താടാ ഗബ്രിയലെ ഇറങ്ങി വന്നു കൂട്ടിത്താടാ. 89 മാറി. ഇനിയിപ്പോൾ കുറയും നല്ല പ്ലെയർ വന്നില്ലെങ്കിൽ. 2006 ഇപ്പോൾ ആരുള്ളത്? എടാ കുറഞ്ഞില്ലേ? ഇല്ല. ഓക്കെ എടാ ലാസ്റ്റ് പ്ലെയർ ഈസ് നല്ല കുറേ പ്ലേയേഴ്സ് ഉണ്ടല്ലോ. ഈ പോർച്ചുഗലിൽ പറയാനായിട്ട് ആരും ഇല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ തോൽക്കണേ. സ്നൈഡർ ഈസ് ബെസ്റ്റ്. ഞാൻ പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു. ആ വാക്ക് ഞാൻ ചെയ്യാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. ബ്രോ ഐ വാണ്ട് ടു ട്രൈ ഇറ്റ്. പക്ഷെ ഇങ്ങനൊന്നും ആവരുത്. പിന്നെ എനിക്ക് തേമ്പോ എന്തോന്നടെ ഒരു നല്ല പ്ലെയറും പോലെ ഇല്ല. ഇതിലും ഞാര മുസ്യാല ഫ്ലോറിയാൻ വീറ്റ്സ് വന്നിട്ടുണ്ട്. വിറ്റ്സ് വന്നിട്ട് എന്തിനാ എനിക്ക് ഇങ്ങനത്തെ ടീമുകൾ വരുന്നോട്ടെ പറ്റാത്തത്. ഞാൻ റേറ്റിംഗ് നോക്കിയതാട്ടോ. അല്ലാതെ എനിക്കറിയുന്ന പ്ലെയറൊന്നും അല്ല. ലൊസാനോ ആണ് എനിക്ക് അറിയുന്ന ടീമും അതിലും അറിയുന്ന ടീം വന്നാൽ കളിക്കുന്ന ആൾക്കാരുമല്ലോ. ഇതിൽ റേറ്റിംഗ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഗ്രീസ്മാൻ. ഇപ്പം മെക്കാനൊക്കെ അതൊക്കെ കറങ്ങുന്നുണ്ടെങ്കിലും ഗ്രീസ്മാൻ ആണ് ബെസ്റ്റ്. ഞാൻ സമ്മതിക്കില്ല. അന്റോയിൻ ഗ്രീസ്മാൻ 2014 ലിയോ കളിച്ചിട്ടുണ്ട്. നമ്മൾ ഒന്നും കൂടിയും അന്ന് നെയ്മർ കളിച്ചിട്ടുണ്ടെങ്കിൽ ലിയോ കളിച്ചിട്ടുണ്ടാവില്ലേ? ഉണ്ടാവും. പക്ഷേ ഇവർ തരുന്നില്ല. അങ്ങനെ ലവേസിയും വന്നിട്ടുണ്ട്. ലവേസി ആരാണെന്ന് പോലും കരുതാം. ഇംഗ്ലണ്ട് 2006 ഈസ് അവർ പ്ലെയർ ഈസ് ഫ്രാങ്ക് ലംപാർഡ്. ഇപ്പോഴത്തെ മികച്ച പ്ലെയർ പറഞ്ഞാൽ നമ്മളെ ഉള്ളത് ഗ്രീസ്മാൻ ആട്ടോ. 2010 ഇറ്റ് വിൽ ബി ലൂയിസ് സുവാരസ്. ഇനി ബാക്ക് വൺ ശോകാവസ്ഥയിലോട്ട് പോകുന്ന സെൻറ്റർ ബാക്സാണ് നമുക്കുള്ളത്. ഡംഫ്രീസ് ബെസ്റ്റ്. ഒരു നല്ല ബാക്കിനെ കിട്ടിയിട്ടുണ്ട്. അന്ന് വാൻഡേക്കും കളിച്ചിട്ടില്ല. ജാൻമാത്ത് അവിടെ ഈ 92 ഓവറോൾ കടക്കണമെങ്കിൽ ആ മെസ്സിയും റൊണാൾഡോ ഒക്കെ വരണം.
അതിന് ഓരിൻ്റെ സ്റ്റേഡിയത്തേക്കേ വരുന്നില്ലാന്ന്. അടുത്ത പ്രാവശ്യം പിടിക്കാം. ഈ 87 ഓവറുള്ള നമുക്ക് നമ്മൾ വീണ്ടും കളിക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ തവണ ഒരു 94 ഓവറോളെങ്കിലും ആവണേ. ആമീൻ. നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ആരംഭിക്കലാങ്ങളാ. 2006 സിഡാനെ മതി. സിഡാൻ. പക്ഷേ ഐ ആം ടേക്കിംഗ് ഹെൻറി. ഹെൻറി ഈസ് ഹിയർ. ഹെൻറിക്കൊപ്പം കളിക്കാനായിട്ട് നമുക്ക് ബുഫനെ വേണമെങ്കിൽ കൊണ്ടുവരാം. നമ്മളതുകൊണ്ട് ബുഫനെ തന്നെ കൊണ്ടുവന്നു. ദി ലെജൻഡറി ഗോൾ കീപ്പർ ഈസ് ഹിയർ. വി ഗോ ബഫൺ. ജിയാലുഞ്ചി ബഫൺ ഈസ് ഹിയർ. ഒക്കെ ഇങ്ങനത്തെ ഒക്കെയാണ് ഇഷ്ടമില്ലാത്ത. പക്ഷേ സുവാരസിന് കിട്ടിയിട്ടുണ്ട്. ഇപ്പം മെക്സിക്കോ ഒക്കെ വരിക അതൊന്നും ഇഷ്ടമല്ല. ഒന്നും ചെയ്യുന്നുണ്ട് കുഴപ്പമില്ല. കാരണം യു എസ് എ വന്നിട്ടുണ്ട്. ആടാ ഇതിലിപ്പോൾ ആ റൈനല്ലാതെ വേറെ ആരെടുക്കാനാടാ? ഇനിയും കണ്ടോണ്ട് 92 ഓവറോൾ. അവിടെ 2018 ഐ വാണ്ട് റൊണാൾഡോ. 2018 റൊണാൾഡോ കളിച്ചാൽ എനിക്ക് ഉറപ്പാണ്. പക്ഷെ ഒരു തിരിഞ്ഞു ചേടാ റൊണാൾഡോനാ. അവർ നല്ല റേറ്റിങ്ങളാ. ബെർണാർഡോ സിൽവ 99 ഗൈസ്. ഓവറോൾ നോക്കി 93 ഗൈസ്. വീണ്ടും നമ്മൾ സ്പിൻ ചെയ്യുന്നു. ഇതാ നല്ലൊരു പ്ലെയർ തന്നെ വീണ്ടും കിട്ടണേ. നെതർലാൻഡ്സ് 2010 വെസ്ലി സ്നൈഡർ. 94 ഞാൻ പ്രാർത്ഥിച്ച് ഓവറോൾ 94 കിട്ടണത്. പക്ഷേ ഇത് കുറക്കാനായിട്ട് ഈ പോർച്ചുഗൽ ഫാൻസ് വന്നിക്കണ്. ഈ പൗലേറ്റിനായിട്ട് നമ്മളെ 93 ആക്കിയിട്ടുണ്ട്. കുറപ്പിക്കുന്നുണ്ട് കേട്ടോ. ഈ പോർച്ചുഗലാണ് നമ്മളത് എല്ലാം കോളാക്കണേ. ബട്ട് ദിസ് ടൈം പോർച്ചുഗൽ വീണ്ടും കുറച്ചടാ 92 കൊണ്ടുവന്നാണ് ഈ പോർച്ചുഗൽ നമ്മളെ 94 വരെ ആശിച്ച് കൊണ്ടുപോയതാണ് പുല്ല്. ഇപ്പോൾ നല്ലതായിട്ട് ഒന്നുമില്ല. ഐ വാണ്ട് പൂന. ഇപ്പം എല്ലാവരും കൂടി നമ്മളാണ് കുറച്ച് 90 92 കടത്തുന്നുള്ള വാക്കങ്ങ് പോക്കി 90 ഗൈസ്. നല്ല കളി തന്നെ ഞാൻ കളിച്ചു. 10 ന്യൂ പ്ലേയേഴ്സാണ്. ഞാൻ പറയാം 10 ന്യൂ പ്ലേയേഴ്സ് ആരൊക്കെയാണോ ആരൊക്കെ ആണ്. ദിസ് ടൈം ഇറ്റ് വിൽ ബി 94. മീൻ അവിടെ ഗ്യാപ്പ് എങ്കിൽ ഗ്യാപ്പ് പോട്ടെ 87 വേറെ ആളായിട്ടുണ്ട്. 2018 ഇംഗ്ലണ്ടിലെ കാര്യങ്ങളുണ്ടാ. 87 തന്നെ ആയിട്ടുണ്ട്. പോട്ടെ ഇബ്രാഹിം മൂച്ചുണ്ടേനോ കുറേ കേട്ടോ. നമ്മൾ തൽക്കാലത്തിന് പനി ഇറക്കിയിട്ടുണ്ട്. 85 ആയിട്ടുണ്ട്. കുറഞ്ഞുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം തോൽക്കും. ലൂക്കാസ് പക്വേറ്റ. അലിസൺ 86 ഇപ്പോഴത്തെ ഒരാൾ. അതെങ്ങനെയെങ്കിലും കൂട്ടാൻ ഡെക്കോൻ്റെ ആവശ്യം എനിക്കുണ്ട്. 87 ആയിട്ടുണ്ട്. നല്ല കൂടിയാൽ മതി. 94 എത്തിച്ചാൽ മതി. വാനുബൊമ്മൽ വന്ന് 86 ആക്കിയിട്ടുണ്ട്. എനിക്ക് പിടിച്ചില്ല. മാർക്വിഞ്ഞോസ് 87 ആക്കിയിട്ട് മാർക്വിഞ്ഞോസ്. അർജന്റീന 2026. മെസ്സി മെസ്സിക്ക് ഇവിടെ ഇറങ്ങി കൂടറാ. ഓക്കെ എൻസോ ഫെർണാണ്ടസ് വന്ന് 87 നിർത്തിയിട്ടുണ്ട്. നല്ലൊരു പ്ലെയർ വന്നാൽ അത് ലാഭമാവും. 86 ആക്കിയിട്ടുണ്ട്. ഹെഗസി എന്നുണ്ട്. ഇനി എനിക്കൊരു പ്രതീക്ഷയില്ല. കാരണം എന്താ വെച്ചാൽ ബാക്കിൽ വൻ ഷോകാണ് അല്ലെങ്കിൽ ഉണ്ടാവില്ല. 86 ഇനി ഇതും മുന്നിലൊട്ടാവും. ഇത് ഞാനറിയണം. ഇത് വെക്കണോടെ കുറയും. ഞാനൊന്നുമില്ലത് അവിടുത്തെ എന്തോന്ന് കളിയടാ. ലാസ്റ്റ് ടൈം ഇതിൽ പോയാൽ ഞാൻ നിർത്തി പോകണേ. വാക്ക ഇതിൽ കിട്ടിയില്ലെങ്കിൽ ഞാൻ നിർത്തി പോവാട്ടോ. നിർത്തി പോവാണ്. ഞാൻ വീഡിയോ വേണ്ടപ്പാക്കി ഇപ്പം പോവും. ഇതിലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ. ഐ വാണ്ട് മെസ്സി. ഐ വാണ്ട് മെസ്സി. പ്ലീസ് ഗീവ് മീ മെസ്സി. വേൾഡ് കപ്പ് വേണ്ടി ആ മെസ്സിനെ എനിക്ക് തന്നൂടെ. ഗൈസ് മെസ്സി ഈസ് ഹിയർ. ഇറ്റ് വിൽ ബി എ ഗ്രേറ്റ്. ഗൈസ് മെസ്സി വന്നൂടെ. 92 ആയിട്ട് ഓവറോൾ. ഇനി അങ്ങോട്ട് കുറയല്ലേ. 94 വരെ പോയിട്ട് കുറഞ്ഞ ആൾക്കാരാണ് നമ്മളുണ്ടെങ്കിൽ ഒരു കുറക്കാൻ വേണ്ടി എന്തും ചെയ്യും. ഫോഡൻ വീണ്ടും കുറച്ചുണ്ട്. 91 ആക്കിയിട്ടുണ്ട്. 92 കടന്നാടെ ഞാൻ ബെയില്
91 തന്നെ നിർത്തിൻ്റെ പേര്. മെസ്സി ഉണ്ടോ? മെസ്സി 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 മാർസലോ. ഓ ഗേസ് ഇറ്റ് വിൽ ബി കുട്ടിഞ്ഞോ. കുട്ടിഞ്ഞോ ഇസ് ബെസ്റ്റ്. അവിടെ നല്ല ആരെങ്കിലും 90. സ്പെയിന് 2022. ഇറ്റ് വിൽ ബി പെഡ്രി. ആ പെഡ്രി ഇങ്ങനെ കുറക്കുക. അതിനൊന്നും പെഡ്രിക്ക് കഴിയൂലടാ. അപ്പോൾ നമ്മൾ വീണ്ടും തോറ്റിട്ടുണ്ട്. ഒന്നാണ് 92 ആക്കിൻ്റെ നമ്മളെ ആഘോഷിക്കണം. പിന്നെയും പ്രതീക്ഷകൾ തന്ന് തോൽക്കാവോ ഇങ്ങനെയൊക്കെ. വീണ്ടും 91 തന്നെ ആക്കിയിട്ടുണ്ട്. നെയ്മറൊക്കെ ഉണ്ടാവും പൊസിഷൻ വേൾഡ് കയറാണ്ടിരിക്കണം. മാർസലോ എങ്കിൽ മാർസലോ. ഈ 90 എങ്ങനെ 94 എത്തിക്കണം, അല്ലെങ്കിൽ 93 എനിക്ക് എത്തിക്കണമെന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാണ് ഈ 91. ഇതിനെങ്കിൽ നല്ലൊരു പ്ലെയർ തന്നെ വരട്ടെ. എടാ ഈ വാൻഡേക്കിനൊക്കെ ഇപ്പോൾ വരണ്ടേ? ഞാൻ പറഞ്ഞ വാക്ക് ഇപ്പോൾ വാലിക്കണില്ല. എന്തിനാ അറിയോ? ഈ പൈസ വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അത് കൈയാണെങ്കിൽ ഞാൻ ഇപ്പോൾ ബാക്കി കാണിച്ചു തരാം. ഇതൊക്കെ എന്താ പ്ലേസ്? ഇവരൊക്കെ എന്താണ് ഉപയോഗം? എന്താ ഇങ്ങനെ ബാക്കടി? ഇന്ത്യക്കുള്ളിൽ ഇപ്പോൾ ബെസ്റ്റ് കളക്ഷനിൽ നമുക്ക് നന്ന ബെസ്റ്റിന് എടുത്താൽ ബെസ്റ്റ് ആരാ? മേസി. മേസി ഐ ഹാവ് മേസി. പോടായിരുന്നു ഞങ്ങളായിട്ട് നേട്ടുമുണ്ടാത്രം. അപ്പോൾ നമുക്ക് ലീഡർ ബോർഡ് ഒന്ന് നോക്കാം. നടന്നുകൊണ്ട് നോക്കാം. ഇവിടെ എന്താ ലീഡർ ബോർഡ് വന്നുകൊണ്ടിരിക്കുകയാണ്. ലോഡിങ് ആണ്. നമ്മളൊന്നും കൂടി ഒന്ന് കളിക്കും. അതിലെന്തായാലും പോയാൽ ഞാൻ നിർത്തി പോകാം. എന്നെ കൊണ്ട് ചെയ്യാം. നമ്മൾ ഇതിൽ എത്രാമത്താ? ഇതിലുണ്ട് നമ്മൾ 50 നമ്മളില്ല. അപ്പോൾ നമ്മൾ ആ 50 വരണം. അപ്പോൾ അതിന് വേണ്ടി ഉള്ള കഠിനാധ്വാനത്തിലാണ് ഞാൻ. അപ്പോൾ നമ്മൾ കോള് ഒന്ന് അടിച്ചു നോക്കാം. കൺസോൾ ഓൾറെഡി. എടാ എങ്ങനെടാ ക്വസ്റ്റ് എടുത്ത് നോക്കാം. ക്വസ്റ്റ് എടുത്തപ്പോൾ ക്ലൈമറ്റ് റിവാർഡ്സ് എടുത്ത് നോക്കിയപ്പോൾ അവിടെ ഒന്നുമില്ല. ഇറ്റ് വിൽ ബി അവർ ലാസ്റ്റ് ടൈം. നിങ്ങൾ കണ്ടിട്ടില്ല നിങ്ങൾക്കറിയില്ല. ഞാൻ അവസാനമായിട്ട് ഇത് കളിക്കാൻ പോവാണ്. ഐ വാണ്ട് അവിടെ ഇതില്ലെങ്കിൽ റൊണാൾഡോനെ 16 തൊട്ട് അവൈലബിൾ ആണ്. ആ റൊണാൾഡോനെ തന്നൂടെ? റൊണാൾഡോന് കുറച്ചെങ്കിലും ഉണ്ടാവും എന്നൊക്കെ പറയാം. ബെർണാഡോ സിൽവെങ്കിൽ ബെർണാഡോ സിൽവ വാടാ. ബെർണാഡോ സിൽവ ഒറ്റയ്ക്ക് 88 ഓവറോൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ടൈം ഫോർ ഗോഡിൻ. 89. അടാ പ്രതീക്ഷ തന്നിട്ട് എപ്പോഴും മൂഞ്ചിക്കലാണ്. ഇപ്രാവശ്യം അങ്ങനെ ആക്കല്ലേ വെയ്യ. പ്രതീക്ഷ തന്ന് അടാ ബാൻഡേക്കിനെ താടാ. ഓക്കെ ഇറ്റ്സ് ഗുഡ്. ഷാവി സിമോൺസ്. എടാ ഇപ്രാവശ്യം നമ്മൾ ജയിക്കൂടാ. ജയിക്കാൻ വേണ്ടി എന്തും ചെയ്യടാ. 2010 മെസ്സി ഇറങ്ങിയാണ്. ഇല്ല അപ്പോൾ മാക്സിനെ ഇറക്കിയിട്ടുണ്ട്. എടാ 18 ഇംഗ്ലണ്ടൊക്കെ എന്തിനാടാ? ഹാരിക്കൻ 90 ഓവറോൾ എത്തിയിട്ടുണ്ട്. യെസ് ഇറ്റ് വിൽ ബി ടൈം ഫോർ ഗാരത്ത് ബെയിൽ എത്തണ വരെ ഞാൻ ചെയ്യും. കാരണം എന്താ വെച്ചാൽ നല്ല പ്ലേയേഴ്സ് പറഞ്ഞാൽ അപ്പോൾ ബെയിലുള്ളത്. ഇപ്പം മതി തൽക്കാലത്തിന്. അവിടെ 89 ആടാ ഓവറോള്. ഇനി അങ്ങോട്ട് മൂഞ്ചരാ. 90 ഓവറോളായി. എന്തിനേ അച്ചറഫൂ വേണ്ട. യാസീൻ പോണോ? പെനാൽറ്റി ആയിട്ടാ കീപ്പർ വേണ്ടേ? റൊണാൾഡോ നിങ്ങൾക്കറിയാലോ. LB ആയിട്ട് ആരാടാ നല്ലതായിട്ട് നിങ്ങൾക്ക് പോർച്ചുഗലിനുള്ളത്? ഈ പോർച്ചുഗൽ പൊട്ടത്തരന്മാർ തന്നെ വരുള്ളൂ. ഇനിയിപ്പോൾ വെയിലിനെ വരുമായിരിക്കും. പുല്ല് അങ്ങനെ ഇത് നമ്മൾ അറിയാതെ മൂഞ്ചി വേണ്ടി വരികയാണ് ഗൈസ്. ഓക്കെ ഇറ്റ്സ് ഗുഡ്. അപ്പോൾ എന്തായാലും ഗൈസ് നിങ്ങൾ കളിച്ചു നോക്കാം. കളി രസമുണ്ട്. എനിക്ക് ഇഷ്ടമായാൽ ഇഷ്ടമാവും, ഇഷ്ടമായാലേ ഇഷ്ടമാവില്ല. അത്രേ ഉള്ളൂ. ഞാൻ വിചാരിച്ചത് നമുക്കായിട്ടൊരു സ്ഥലം ഉണ്ടാവും. ആ സ്ഥലത്ത് നമുക്ക് പോയിട്ട് കറക്കണ വരെ ഞങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. 100 സ്ഥലം.
യെസ് വിഷമമാണ്. ഒരു മിനിറ്റ് കേട്ടോ, ഈ കോയിന് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ എന്ന് നോക്കട്ടെ കേട്ടോ. 107 GB മോഡ്രിച്ച്. യെസ്, എന്തായാലും ഒരു ഉപകാരമില്ല. അപ്പം നമ്മൾ പോണേ.